ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് പോകുന്നത് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ചെറിയൊരു മഴയുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയൊക്കെ മഴയത്ത് കാണാൻ വളരെയധികം രസമായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന മുതലമട ഏറെ ശ്രദ്ധേയമായത് ഒരുപാട് സിനിമകളിലൂടെയാണ് കേട്ടോ. തമിഴ്, മലയാളം, തെലുങ്ക് അങ്ങനെ ഒട്ടനവധി സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിയൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അകത്തേക്ക് കയറി. ഒരാൾക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് 10 രൂപയാണ് ഈടാക്കുന്നത്. നമ്മൾ സ്റ്റേഷനിലെത്തി ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ പച്ചപ്പിന്റെ തണലിൽ കയറിയിറങ്ങുന്ന ട്രെയിനുകളും മരങ്ങൾക്കും പ്രകൃതിയുടെ ഓർമ്മകൾക്കും ഇടയിലായി നിലകൊള്ളുന്ന മുതലമട റെയിൽവേ സ്റ്റേഷനാണ് നമുക്ക് കാണാൻ കഴിയുക. ചിറ്റൂർ താലൂക്കിന്റെ അതിരുകൾക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേഷൻ ചുറ്റുപാടുകൾക്കൊപ്പം മനസ്സിനും ഒരു സന്തോഷം പകരുന്ന സ്ഥലമാണ്. പല ട്രാവലർമാരും ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. 1898 സ്ഥാപിതമായ ഈ സ്റ്റേഷൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ ഉൾപ്പെട്ടതായിരുന്നു. ബഡ്ജറ്റ് വർഗവൽക്കരണത്തിൽ പെട്ടെങ്കിലും ഗേജ് കൺവെർഷൻ കഴിഞ്ഞ് 2015 വീണ്ടും ഇത് പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെ ദിവസവും ഏകദേശം 6-7 ട്രെയിനുകൾ നിർത്തുന്നുണ്ട്. പാലക്കാട്, പൊള്ളാച്ചി, പഴനി തുടങ്ങി നിരവധി ദിശകളിലേക്കുള്ള യാത്രക്കാർക്ക് ഇത് പ്രധാന ഗതാഗത മാർഗമാണ്. പ്ലാറ്റ്ഫോമുകൾ 2 മാത്രമെങ്കിലും ശുചിത്വപരവുമായ അനുഭവമാണ് ഇവിടത്തേതെന്ന് പറയാം. ഇവിടെ എത്തിയാൽ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് വടവൃക്ഷങ്ങളുടെ തണലാണ്. പാതയോരങ്ങൾ മുഴുവനും പ്രകൃതിയുടെ കൈവിരൽ സ്പർശം പോലെ. പക്ഷികളുടെ ശബ്ദം മാത്രം കേൾക്കാവുന്ന ഒരു ശാന്തത. അതുപോലെ തന്നെ മുതലമടയ്ക്ക് മറ്റൊരു പേരുകൂടിയുണ്ട്, മാങ്ങയുടെ നാട്. ഇവിടുത്തെ മാമ്പഴ കൃഷി കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി പ്രധാന കയറ്റുമതി സാധനങ്ങളിലൊന്നാണ്. കർഷകർക്ക് അവരുടെ വിളകൾ വിപണിയിലെത്തിക്കാൻ ഈ സ്റ്റേഷൻ വലിയൊരു സഹായിയാകുന്നു. ഇവിടം ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, ഇതൊരു പ്രകൃതിയോടുള്ള ബഹുമാനവും നാട്ടുകാരോടുള്ള ബന്ധവുമാണ്. ഇവിടെ ഒരു സന്ദർശനം നമ്മുടെ മനസ്സിൽ ഒരു കഥയുടെ തുടക്കം പോലെ പതിയും. പല ട്രാവലർമാരും ഈ സ്റ്റേഷനെ ഫോട്ടോഗ്രാഫിയുടെയും സിനിമാറ്റോഗ്രഫിയുടെയും സ്വപ്നലോകം എന്ന പോലെയാണ് വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് മലയാള ചലച്ചിത്രങ്ങൾ, പരസ്യങ്ങൾ, ട്രാവൽ ഷോട്ടുകൾ മുതലായവ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ടൂറിസ്റ്റുകളും ട്രക്കിംഗ് സംഘങ്ങളും ഈ സ്റ്റേഷൻ വഴിയാണ് ഈ പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നത്. ഇന്നും നിരവധി യാത്രക്കാർ യാത്രയ്ക്ക് ഇടവേളയായി ഈ സ്റ്റേഷനിൽ കുറേ സമയം ചെലവഴിക്കാറുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ സേവ് ദ ഡേറ്റ് എല്ലാം എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ അതിനായിട്ട് അവർ പ്രത്യേകം ഒരു ചാർജ് ഈടാക്കുന്നുണ്ട്. GST+ ചാർജാണ് അവിടെ ഈടാക്കുന്നത്. ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ജില്ലയിൽ നിന്നല്ലാതെ പുറമേ നിന്നും ഒരുപാട് ആൾക്കാർ അവിടെ എത്തുന്നുണ്ടായിരുന്നു. ഇന്നൊരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സ്റ്റേഷനെ ശ്രദ്ധിക്കപ്പെട്ടത് ദിലീപേട്ടന്റെ വെട്ടം എന്ന സിനിമയിലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്ത തരം ലാംഗ്വേജിൽ ഇവിടെ സിനിമകളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഞാൻ അവസാനമായി ഈ സ്റ്റേഷന്റെ രംഗം കണ്ടത് ആടുജീവിതം എന്ന സിനിമയിലായിരുന്നു. അങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോ ഒരു ട്രെയിനും അങ്ങനെ ഇടയിൽ കൂടെ പാസ്സായിട്ടോ. അപ്പോ ആരും തന്നെ ഈ സ്പോട്ട് സന്ദർശിക്കാൻ മറന്നു പോവരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.